വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വൺ ഡേ ചാർട്ടിലാണ് വരുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം മാർക്ക് ചെയ്യുന്നത് ഇന്നലെ ക്യാൻഡിൽ കയറിപ്പോയ ക്യാൻഡിലിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്യാൻഡിലിന്റെ ലോ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത ക്യാൻഡിലിന്റെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു സോൺ മാർക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വലിയൊരു വീഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയ വലിയ വീഴ്ചയുടെ ഒരു സോണാണ് മാർക്ക് ചെയ്യുന്നത്. അത് റെസിസ്റ്റൻസ് സോണായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരച്ചുകൊണ്ടിരിക്കുന്ന അതേ ഏരിയ തന്നെയാണ് സപ്പോർട്ട് സോണായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നത്തെ എൻട്രി സാധ്യതകളെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അത് പോകുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് കാഡിൽ GDP മന്ത്ലി റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ USDയിൽ കോർ PCE പ്രൈസ് ഇൻഡെക്സ് മന്ത്ലി വരുന്നുണ്ട്. ഇത് വരുന്ന സമയം എന്ന് പറയുന്നത് 6 PM ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് വരുന്നത്. വളരെ വളറ്റൈലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗോൾഡിന് നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂസും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ എഫക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന്റെ യൂഷ്വൽ എഫക്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോർകാസ്റ്റ് 0.1%നേക്കാൾ കൂടിയാൽ കറൻസി സ്ട്രെങ്ത് ആവുകയും കുറഞ്ഞ കറൻസി വീക്ക് ആവുകയും ചെയ്യും. കൂടുകയാണെങ്കിൽ ഗോൾഡ് വീക്ക് ആവുകയും കുറയുകയാണെങ്കിൽ ഗോൾഡ് സ്ട്രോങ് ആവുകയും ചെയ്യും. എന്തായാലും ആ ഒരു സമയത്തെ ന്യൂസ് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ട്രേഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് മാറി നിൽക്കുക. കാരണം ഒന്ന്, ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. രണ്ടാമത്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഇമ്പാക്ട്ഫുൾ ആയ ഒരു ന്യൂസ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി രണ്ട് സൈഡിലേക്ക് മൂവ്മെന്റ് തരാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വളരെ വൈഡ് ആയി ഹിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാത്ത ആളുകൾക്ക് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് എല്ലാവരും ട്രേഡിൽ നിന്നും മാറി നിൽക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് മറ്റൊരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയ ഏരിയ നോക്കിയാൽ കാണാം. ചൊവ്വാഴ്ച ക്ലോസ് ചെയ്ത ക്യാൻഡിലിന്റെ ഓപ്പൺ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറി പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അതിനെ സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എൻട്രി സാധ്യതകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ് എന്തായിരിക്കും എന്നുള്ളത്. അതിനുവേണ്ടി 4 ഹവറിലേക്കാണ് പോകുന്നത്. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഇത് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്നൊരു വീഴ്ച തന്നു വീണ്ടും ഇതൊരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും ആ ഒരു സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കിയാൽ കാണാം. ഇവിടെ എത്തുന്ന സമയത്ത് റിജക്ഷൻ കിട്ടി കഴിഞ്ഞ് നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ കിട്ടി. ആ ബെയറിഷ് ക്യാൻഡിലിന് ശേഷം വീണ്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇൻഡിസിഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എങ്ങോട്ടും മൂവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ഹവറിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഇംബാലൻസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. കാരണം ഇംബാലൻസ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഓർഡർ സ്പെൻഡിംഗ് എന്നാണ്. ആ ഓർഡർ സ്പെൻഡിങ്ങിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. തൊട്ട് താഴെ മറ്റൊരു ഇംബാലൻസ് ക്യാൻഡിലും കൂടി ഉള്ളതുകൊണ്ട് രണ്ടും കൂടി കൂട്ടി വരയ്ക്കുന്നുണ്ട്. ഇനി 4 ഹവറിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നിൽക്കുന്ന ഏരിയ, അതായത് റിജക്ഷൻ വന്ന ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കയറിപ്പോയ ഏരിയ, ലോയിനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരികയും ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. കാരണം അത്രയും വലിയൊരു ഇംബാലൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു. ബ്രേക്ക് ചെയ്താലും ഇവിടെ മറ്റൊരു ഇംബാലൻസ് കൂടിയുണ്ട്, കുറവുണ്ട്, മറ്റൊരു ഇംബാലൻസ് കൂടിയുണ്ട്. അപ്പൊ അത് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. ആ ഇംബാലൻസിനെ എടുത്തിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ സെൽ എൻട്രിക്ക് ഇങ്ങനെ കൊടുക്കുള്ളൂ. ഇനി ബൈ എൻട്രി ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞ് നമുക്ക് മറ്റൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് ഒരു ബൈ എൻട്രി കൊടുക്കും. ബൈ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ വെക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ലൈൻ ആയിരിക്കും. റെസിസ്റ്റൻസ് ഏരിയയിലുള്ള ഗ്രീൻ ലൈൻ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയ വരച്ചിരിക്കുന്ന ഈ ബോക്സിന്റെ മുകളിലായിരിക്കും. ഈ രണ്ട് ഏരിയയിലായിരിക്കും നമ്മൾ വെക്കുക. കാരണം മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ, അതിന്റെ തൊട്ട് മുകളിൽ എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഏരിയ, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്നാണ്
ഇവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നത്. അപ്പൊ അവിടെ എന്തായാലും റെസ്പെക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മാർക്കറ്റ് ഒരു ചെറിയൊരു അപ് ട്രെൻഡിലേക്കുള്ള ഒരു നീക്കം കാണുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് അപ് ട്രെൻഡ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മുകളിൽ ക്ലോസ് ചെയ്ത് വീണ്ടും സസ്റ്റെയിൻ ചെയ്ത് പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് പൂർണ്ണമായിട്ട് അപ് ട്രെൻഡ് എന്നുള്ളത് 4 ഹവറിൽ പറയാൻ പറ്റുള്ളൂ. എനിവേ നമുക്ക് വേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള എൻട്രികളാണ്. ഇപ്പോൾ ഓൾറെഡി ഇംബാലൻസിനെ നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഏരിയയിലേക്ക് വരാൻ വേണ്ടി ആന്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ 1 ഹവറിൽ പോയി നോക്കുക. അവിടേക്ക് എന്താണ് അടുത്ത സാധ്യത എന്നുള്ളത് നോക്കാം. 1 ഹവറിൽ നോക്കുന്ന സമയത്ത് അറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നു, റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നു. റീടെസ്റ്റ് വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ വലിയൊരു വീഴ്ച താഴോട്ടേക്ക് തന്നിട്ടുണ്ട്, 1 ഹവറിന്റെ തന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ ആണ് നടന്നിരിക്കുന്നത്. അതും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, കൺസോൾട്ടേഷന് ഒരു ക്യാൻഡിൽ 1 ഹവറിന്റെ ഒരു ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ തന്നു താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിലായിരുന്നു ഇത്. പക്ഷെ ഇവിടുന്നും റിജക്ഷൻ തരുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ട്രോങ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇതിന് നല്ലൊരു എൻട്രി കിട്ടണമെങ്കിൽ ഒരുപക്ഷെ ലണ്ടൻ മാർക്കറ്റിലായിരിക്കും കിട്ടുക. എനിവേ ഇത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ഒരു കൺഫർമേഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബൈ എൻട്രി കൊടുക്കും. അല്ല മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടേക്ക് വരാതെ മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ നിന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ, അത് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെൽ എൻട്രി കൊടുക്കും. സെൽ എൻട്രി കൊടുക്കുമ്പോഴും ആദ്യൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇംബാലൻസിന്റെ ഇതിലായിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിലേക്കായിരിക്കും വെക്കുന്നുണ്ടാവുക. എനിവേ അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റിലേക്ക് പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലും എൻട്രി സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം. 15 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തവണ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യ തവണ വന്ന സമയത്ത് ഇവിടുന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. വീണ്ടും മാർക്കറ്റ് അവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ തന്നത് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട്. താഴോട്ടേക്ക് വന്ന് കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മാർച്ച് ചെയ്യുന്നുണ്ട്. അവിടേക്ക് മാർക്കറ്റ് മാർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഈ മാർക്കറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി കൊടുക്കാം. പക്ഷെ റിജക്ഷൻ കിട്ടുക മാത്രം പോരാ, ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ അതിന് കൺഫർമേഷൻ കൂടി വേണം. പക്ഷെ അതൊരു റിസ്കി എൻട്രി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഓൾറെഡി ഈ ലോയെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയി വീണ്ടും റിജക്ഷൻ തന്നിരിക്കുന്നത്. പിന്നെ നോക്കിയാൽ കാണാം, ആ ലോയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ, ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്രോച്ച് ചെയ്യൽ മാത്രമല്ല, അവിടെ നിന്ന് നല്ല സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലുകൾ ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്താണെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു 50 മിനിറ്റ്സിൽ നമുക്ക് പറയാൻ കഴിയില്ല. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി ചെറിയ ടൈം ഫ്രെയിമിൽ എങ്ങനെ എടുക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ട് കൂടുതലായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളും ഫ്രീ ആയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കൂടുതൽ അനാലിസിസ് തന്നെ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ